തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിൽ വനം വകുപ്പ് ലേലം ചെയ്ത മരം മുറിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ലേലം ചെയ്ത മരങ്ങൾക്ക് സമീപമുള്ള അപകട ഭീഷണി ഉയർത്തുന്ന പഞ്ഞിമരം മുറിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അപകടകരമായി നിൽക്കുന്ന പഞ്ഞിമരം മുറിക്കാതെ മറ്റു മരങ്ങൾ മുറിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ നക്രാഞ്ചിറയ്ക്ക് സമീപത്തെ മരങ്ങളാണ് ഓൺലൈനായി ലേലം ചെയ്തത്. തെങ്ങ്, ആഞ്ഞിലി, മാവ് എന്നിവയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ സമീപത്ത് വർഷങ്ങളായി ഉണങ്ങി ബലക്ഷയം സംഭവിച്ച് അപകട ഭീഷണിയായി നിൽക്കുന്ന കൂറ്റൻ പഞ്ഞിമരം മുറിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാരും സമീപ വീട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉണങ്ങി നിൽക്കുകയാണ്. ഈ രണ്ട് മരത്തിന്റെ തടസ്സം കൊണ്ടാണ് അത് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മുറിച്ച് മാറ്റി തരണം. ഉണങ്ങിയ മരം പാലയാണ്, മുക്കാൻ പാലയാണ്. ഈ ഉണങ്ങിയ മരം മുറിക്കാൻ വേണ്ടിയാണല്ലോ പരാതി. മൂന്നെണ്ണത്തിനും കൊടുത്തു. അതിൽ രണ്ടിന് മാത്രമേ നല്ല മരം, രണ്ടിന് മാത്രമേ അവർ മുറിക്കണമുള്ളൂ. ഈ ഉണങ്ങിയ മരം അവർ മുറിക്കില്ല. ഞങ്ങൾ 4-5 പരാതികൾ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. എന്നിട്ട് ഈ മുക്കാൻ പാലയെ വിട്ടിട്ട് അയിനെയും മാവിനെയും മാത്രമാണ് മുറിക്കണം. നല്ല പച്ചയായിട്ടൊന്നും നേരം. പെരിങ്ങമല സ്വദേശിയാണ് മരങ്ങൾ ലേലം പിടിച്ചത്. സമീപത്ത് നിന്ന പഞ്ഞിമരം ഒഴിവാക്കിയാണ് അധികൃതർ ലേലം സ്ഥിരപ്പെടുത്തിയത്. ഇതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. എന്നാൽ ലേല നടപടികൾ നാട്ടുകാർ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതി നിൽക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ വഴിയായിട്ടാണ് നടപ്പിലാക്കിയതെന്ന് പറയുന്നു. ആണെങ്കിൽ പോലും ഈ ഏറ്റവും അപകടകരമായിട്ടുള്ള ഈ മരം മുറിച്ചു മാറ്റാതെ മറ്റു മരങ്ങൾ മുറിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ വന്നിട്ടുള്ള ആ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അഭിപ്രായം. പഞ്ചായത്തിൻ്റെ അഭിപ്രായം അതുതന്നെയാണ്. അതേസമയം മരത്തിന്റെ ലേലവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വനംവകുപ്പ് അധികൃതർ ലേലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് പതിപ്പിക്കുകയോ അറിയിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.